മക്കളെ, പുതിയൊരു ട്രെയിനിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തുന്ന ഒരു കിടിലൻ വണ്ടിയെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? ഇതിൽ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റിയ വണ്ടിയാണ്. പാലക്കാട് വഴി മുംബൈയിലേക്ക് തിരുവനന്തപുരത്തു നിന്ന് ആകെ ഒരു വീക്ക്ലി വണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ തിരക്കുകൾ വളരെ അധികം കൂടുതലാണ്. എന്നാൽ ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റേത് വണ്ടിയുമല്ല, 22-113 എന്ന നമ്പർ സർവീസ് നടത്തുന്ന തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ വണ്ടിയെക്കുറിച്ചാണ്. ഇനി ഈ വണ്ടി നിർത്തുന്ന സ്റ്റേഷനുകളും അവിടെ എത്തിച്ചേരുന്ന സമയവും ഒന്ന് പരിചയപ്പെട്ടാലോ? മുംബൈയിൽ നിന്ന് 4:45 പുറപ്പെടുന്ന വണ്ടി 5:07 താനെ റെയിൽവേ സ്റ്റേഷനിലും, 5:50 പൻവേലും, 8:43 കേദിലും, 9:18 ചിപ്ലൂണിലും, 10:30 രത്നഗിരി എത്തലോടുകൂടെ ഈ വണ്ടിയുടെ സ്റ്റോപ്പ് അവസാനിക്കുകയാണ്. രണ്ടാം ദിവസം രാത്രി 12:38 സിന്ധുദുർഗ് റെയിൽവേ സ്റ്റേഷനിലും, 3:20 പെർണം റെയിൽവേ സ്റ്റേഷനിലും, 3 മണിക്ക് മഡ്ഗോൺ ജംഗ്ഷനിലും, 4 മണിക്ക് കറുവാറിലും, 5:20 ഭട്കലിലും, 6:10 കുന്താപുരയും, 6:30 ഉടുപ്പിയും, 8:05 മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും, 8:49 കാസർഗോഡും, 9:57 കണ്ണൂരും, 10:19 തലശ്ശേരിയും, 11:17 കോഴിക്കോടും, 11:59 തിരൂരും, 1 മണിക്ക് ഷൊർണൂർ ജംഗ്ഷനിലും, 1:40 തൃശ്ശൂരും, 2:55 എറണാകുളം ടൗണിലും, 4:22 കോട്ടയത്തും, 4:54 തിരുവല്ലയും, 5:04 ചെങ്ങന്നൂരും, 5:28 കായംകുളവും, 6:12 കൊല്ലത്തും, 8:25 തിരുവനന്തപുരം നോർത്തിലും എത്തിച്ചേരലോടുകൂടി ആ വണ്ടിയുടെ യാത്ര അവസാനിക്കുകയാണ്. ഇനി ഈ വണ്ടി തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അഥവാ പഴയ കൊച്ചുവേളിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന സമയവും സ്റ്റേഷനും നാം നോക്കിയാലോ? രാത്രി 12:55 പുറപ്പെടുന്ന ഈ വണ്ടി 1:52 കൊല്ലം ജംഗ്ഷനിൽ എത്തിച്ചേരുകയാണ്. 2:30 കായംകുളത്തും, 2:54 ചെങ്ങന്നൂരും, 3:05 തിരുവല്ലയും, 3:35 കോട്ടയത്തും, 5:05 എറണാകുളം ടൗണിലും, 6:16 തൃശ്ശൂരും, 7:10 ഷൊർണൂരും, 7:54 തിരൂരും, 8:32 കോഴിക്കോടും, 9:29 തലശ്ശേരിയും, 9:57 കണ്ണൂരും, 10:59 കാസർഗോഡും, 12:05 മംഗലാപുരം ജംഗ്ഷനിലും, 1:38 ഉടുപ്പിയിലും, 2:06 കുന്താപുരയും, 2:36 ഭട്കലും, 3:58 കറുവാറും, 5 മണിക്ക് മഡ്ഗോൺ ജംഗ്ഷനിലും, 5:58 പെർണം റെയിൽവേ സ്റ്റേഷനിലും, 6:42 സിന്ധുദുർഗ് റെയിൽവേ സ്റ്റേഷനിലും, 9:15 രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലും, 10:38 ചിപ്ലൂൺ റെയിൽവേ സ്റ്റേഷനിലും, 11:08 കേദ് റെയിൽവേ സ്റ്റേഷനിലും എത്തലോടുകൂടെ ആ വണ്ടിയുടെ ഒന്നാമത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇനി രണ്ടാം ദിവസം രാത്രി 2:02 പൻവേൽ റെയിൽവേ സ്റ്റേഷനിലും, 3:03 താനെ റെയിൽവേ സ്റ്റേഷനിലും, 4 മണിയോടുകൂടെ ഈ വണ്ടി മുംബൈ LTTയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഈ വണ്ടിയുടെ കോച്ച് കോമ്പസിഷൻ നാം നോക്കുകയാണെങ്കിൽ 4 ജനറൽ കോച്ചും 6 തേർഡ് AC അഥവാ സ്ലീപ്പർ പോലത്തെ ഇതിൽ 3 ബർത്ത് ഒരു സൈഡ് ഉണ്ടാകും. അതിൽ AC ഉള്ളതാണ്. അഥവാ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സ്ലീപ്പറിൽ AC വെച്ചത് എങ്ങനെയാണോ അതുപോലെയാണ് തേർഡ് AC ഉണ്ടാവുക. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. ഒരു സെക്കൻഡ് ACയും അഥവാ മിഡിൽ ബർത്ത് ഉണ്ടാവുകയില്ല. 9 സ്ലീപ്പറും 1 SLRD കോച്ചും ആണ് ഇതിനുണ്ടാവുക. ഇതിൻ്റെ ട്രാവൽ ടൈം നോക്കുകയാണെങ്കിൽ 27 മണിക്കൂറും 5 മിനിറ്റും മാത്രമേ ഉള്ളൂ. ഗരീബ് രഥാണെങ്കിൽ
ഇതിനേക്കാളും കുറവാണ്. ഇനി ഈ വണ്ടി തിരുവനന്തപുരം നോർത്തിലേക്ക് അഥവാ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 22-113 നമ്പറിൽ സർവീസ് നടത്തുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ LTTയിലേക്ക് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 22-114 എന്ന നമ്പറിലും സർവീസ് നടത്തുന്നു. 1503 കിലോമീറ്റർ ഓടുന്ന ഈ വണ്ടിയുടെ നിരക്ക് നോക്കിയാലോ, അൺറിസർവ്ഡ് കോച്ച് അഥവാ ജനറലിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മുംബൈയിലേക്ക് 380 രൂപയും, തേർഡ് എസിയിൽ 1970 രൂപയും, സെക്കൻഡ് എസിയിൽ 2820 രൂപയും, സ്ലീപ്പറിൽ 755 രൂപയുമാണ് നിരക്ക്. ഇനി ഈ വണ്ടിയുടെ തേർഡ് എസിയുടെ റേറ്റും ഗരീബ് രഥിൻ്റെ തേർഡ് എസിയുടെ റേറ്റും നാം നോക്കുകയാണെങ്കിൽ ഏകദേശം 500 രൂപക്കധികം വ്യത്യാസമുണ്ട്. ഗരീബ് രഥിന് 1330 ആണെങ്കിൽ ഇതിന് 1970 രൂപയാണ്. അപ്പം ഏകദേശം 600 രൂപയോളം വ്യത്യാസമുണ്ട്. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.